കുറെ ദിവസത്തെ ട്രിപ്പിന് ശേഷം നമ്മൾ ബാംഗ്ലൂർ വന്നും കണ്ടാണ് നമ്മൾ നേരെ പോയതിന്റെ ചെങ്ങായിന്റെ റൂമിൽ ഓൻക്കാണെങ്കിൽ ആരെങ്കിലും കണ്ട കുറച്ച് ഓവറാക്കൽ കൂടുതൽ ഈ വെള്ളപ്പൊക്കത്തിൽ പെട്ട വണ്ടികളെ പോലെ കിടക്കണാണ് നമ്മളെ വണ്ടി വർക്ക് ആകത്തോണ്ട് നമ്മൾ ചെങ്ങായിന്റെ വണ്ടി കയറി കണ്ടു. ഉച്ചക്ക് ചോറയച്ചാനും വേണ്ടി വന്നിട്ട് നമ്മൾ എം കെയറിലേക്കാണ്. ഇവിടെയാണ് അടിപൊളി മീൽസ് കിട്ടും. ആ വത്തൽ മീനും ചോറും കൂട്ടി തിന്ന നല്ല ടേസ്റ്റ്. ഇവരാണ് ഓനി ഏതെങ്കിലും പീടികയിൽ പോയ അവിടുത്തെ ജീരക മുട്ടായൊക്കെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കണ്ട് റൂമിൽ വന്ന് കണ്ടു നല്ലൊരു ഉറക്കം പാസ്. ഒരു കോൺസെൻട്രേഷൻ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഗെയിം കളിച്ചു വൈകുന്നേരം ഇപ്പൊ എന്റെ പിന്നിലിരിക്കണോ എന്റെ സൂക്കടാണ് പെണ്ണുങ്ങളെ കാണാൻ. ഞാൻ നിൽക്കുന്ന ഏരിയയിൽ നല്ല പെണ്ണുങ്ങളൊന്നുമില്ല, ഒക്കെ മൂക്കൽപ്പിച്ചടക്കണ പോലെ. അപ്പൊ ഓനെ കൂട്ടി കണ്ട് നമ്മൾ ക്രിസ്തു ജയന്തി കോളേജിന്റെ അവിടേക്കാണ് പോകും. അവിടെ ചെന്നപ്പോഴല്ലേ മുത്തേ സുഹൃത്തുക്കളെ, ദൈവം ഭൂമിക്ക് കൊടുത്ത അത്ഭുതം കാണണോ? ഇതൊക്കെ കണ്ടിട്ട് മരിച്ചാലും സാരമില്ല. ഇവനാണ് കൂളിംഗ് ഗ്ലാസ് രാജൻ. യൂത്തന്മാരുടെ ഇടയിൽ ഇവന് മറ്റൊരു പേരും കൂടിയുണ്ട്, സ്റ്റൈലിഷ് രാജൻ. എല്ലാ ആഴ്ചയിലും 2 കണ്ണട. കോളേജിലെ പെണ്ണുങ്ങളുടെ വികാരം. വൺ ആൻഡ് ഓൺലി പീഡിയ കയറി കണ്ട ഓരോ ജ്യൂസ് ഒരു മോമോസ് കണ്ട അത്ത കോണോയ്ക്ക് സ്റ്റൈലിഷ് രാജന്റെ വണ്ടിത്തെ എണ്ണെന്ന് കഴിഞ്ഞു. പെണ്ണുങ്ങളെ മുന്നിൽ പൂക്കിയാന്ന് അറിയിക്കാൻ വേണ്ടിട്ട് പെണ്ണുങ്ങളെ ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് തേക്ക്. ഇങ്ങനെ എന്തൊക്കെയോ അസുഖങ്ങളാണ്. വൈകുന്നേരം എല്ലാരും കൂടി ഫുഡ് കഴിക്കാറങ്ങി. കോണോയ്ക്ക് നമ്മൾ ചെങ്ങായിമാരെ വണ്ടിന്റെ എണ്ണ കഴിഞ്ഞു. എണ്ണയിൽ ഇവിടെ ഒരു പതിവ്. സ്റ്റൈലിഷ് രാജന്റെ ജൂനിയർ ചെറുക്കനാണ്. പെണ്ണുങ്ങളെ കണ്ട സ്റ്റൈലിഷ് രാജന് ആരെങ്കിലും തല്ലി മെയിനാവണം, അതാണ് അവന്റെ ഒരു ശൈലി. അവിടെ കണ്ട ഒരു പരസ്യമാണ് കോപ്പി പേസ്റ്റ് ചെയ്ത 40,000 കിട്ടും. കുഞ്ഞിന്നും കണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി എന്നാ കിട്ടും. കുഞ്ഞിന്നാലും കുഴപ്പമില്ല വെച്ചിട്ട് ഇവനായിട്ട് വിളിച്ചു നോക്കി. ഫുഡ് തിന്ന് കണ്ട് റൂമിൽ പോയപ്പോൾ ഹൗസ് ഓണർ ഗേറ്റ് പൂട്ടി. നമുക്ക് പിന്നെ മതിൽ ചാട്ടൊരു ശീലമായതുകൊണ്ട് നമ്മളായി കൂടിയാണ് ചാടി. ബാക്കി നാളെ